For 5.2 തിയറത്തിലെ പാർട്ട് ഓൾഡ് സ്പേസിൽ നിന്ന് ന്യൂ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു ഫാക്ടർ. Let a norm J, it is there, here is a finite number of normed spaces we have. Let norm J be a norm on linear space Xj. Be a norm on linear space Xj, where J is equal to 1 to yeah. Fix P such that 1 less than or equal to P less than or equal to infinity for X is equal to ordered M tuple X1, X2, etc. Xm in the product space. In the product space, X is equal to X1 cross, X2 cross, etc. cross Xm. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് സ്പേസിൽ നമുക്ക് ഈ പ്രോഡക്റ്റിലെ ഓരോ ഫാക്ടേഴ്സ് നമ്മുടെ സ്പേസസ് ആണ്. അവയുടെ നോംസ് ഉപയോഗിച്ച് ഈ പ്രോഡക്റ്റ് സ്പേസിന്റെ നോം ഡിഫൈൻ ചെയ്യണം. ലെറ്റ് norm P of X is for 1 less than or equal to P less than infinity നമുക്കൊരു പ്രത്യേക ഫോർമുലയിൽ ചെയ്യാം. And if 1 less than or equal to P less than infinity, if P is equal to infinity, രണ്ട് നോംസ് ഉണ്ടാവും. കെനിൽ പറഞ്ഞ പോലെ കെനിലെ നോം P എങ്ങനെയായിരുന്നു പറഞ്ഞേ? Kn no P of X is for 1 less than or equal to P less than or equal to infinity. It is sigma J is equal to 1 to n modulus Xj raised to P the whole raised to 1 by P. Okay. ഇതായിരുന്നു Kn കണ്ടത്. അപ്പോൾ എന്താ അവിടെ Kn എന്ന് പറയുമ്പോൾ K ക്രോസ് അങ്ങനെ n കോപ്പീസ്. ഓരോ കെയിലും അവിടുത്തെ നോം എന്ന് പറയുന്നത് മോഡുലസ് ആണ്. മോഡുലസ് എക്സ് റേസ്ഡ് ടു പി. ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകത ഓരോ കോർഡിനേറ്റ് സ്പേസിലും ഓരോ നോംസ് ആണ്. x1 നോം 1 ആണ്, x2 നോം 2, എക്സെട്ര xm. അപ്പം ഇതേപോലെ ആലോചിച്ചാൽ സഫിക്സിൽ നോം കൊടുത്താണ് അതിൻ്റെ ഓരോ കോർഡിനേറ്റ് സ്പേസിലെ നോം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് x1 നമ്മൾ x1 കോർഡിനേറ്റ് എടുത്തു, കണ്ടതാണ് കറസ്പോണ്ടിങ് ദിസ് നോം P ഓഫ് x. It is norm 1 of x1. Okay. മോഡുലസ് xj മോഡുലസ് x1 പറഞ്ഞ പോലെ. പിന്നെ നമ്മൾ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റേസ് ടു പി. ഓക്കെ, ഇതാണ് പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് എക്സം എവിടെ നിന്ന് എടുത്തിരിക്കുന്നു? അത് ഈ കോർഡിനേറ്റ് സ്പേസ് എക്സം വരുന്നത്. അപ്പം നോം അവിടുത്തെ നോം എന്താണ്? ഇത് ഡെഫിനിഷൻ നോം എം ആണ്. അപ്പോൾ നോം എം എക്സ് എം റൈസ് ടു പി. പിന്നെ നമ്മളിവിടെ പറഞ്ഞ പോലെ ഹോൾ റൈസ് ടു 1 by p. ഹോൾ റൈസ് ടു 1 by p ഇങ്ങനെ കൊടുക്കും. ആൻഡ് വീണ്ടും നമ്മൾ കെനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കെനിൽ നമ്മൾ നോം ഇൻഫിനിറ്റി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. It is maximum of modulus xj. Okay, where j is equal to 1 to etc. To kn ആയിരുന്നു. Okay, ഇവിടെ m ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ മാക്സിമം ഓഫ് ഓരോ കോർഡിനേറ്റ് സ്പേസിലെയും എലമെന്റ് നോം എടുക്കുക. ഇവിടെ മോഡുലസ് ആയിരുന്നു മുഴുവൻ kn. ഇവിടെ പറയുമ്പോൾ നോം 1 ഓഫ് x1, norm 2 of x2, etc. norm m of x. ഓക്കെ, ഇതാണ്. ഇങ്ങനെ കോർഡിനേറ്റ് സ്പേസിൽ ഓരോ നോമുകൾ ഉപയോഗിച്ച് പ്രോഡക്റ്റ് സ്പേസിൽ നോം ഡിഫൈൻ ചെയ്തു. വി ക്യാൻ പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ നോം ഓൺ എക്സ്. ദെൻ പ്രൂഫ് ഇതാണ്. Then norm
norm P, here defined this norm. P is a norm on this product space X. Okay. Moreover, നമ്മൾ പാർട്ട് ബിയിൽ പറഞ്ഞ പോലെ അവിടെ ഒരു സീക്വൻസുമായി ബന്ധപ്പെടുത്തിയ റിസൾട്ട് ഉണ്ട്. എ സീക്വൻസിന്റെ കൺവേർജൻസ്, എ sequence xn converges to x in x if and only if sequence xn. അപ്പോൾ sequence xn x എന്ന് പറയുമ്പോൾ അറിയാം sequence xn ലെ ഒരു എലമെന്റ് എന്ന് പറയുമ്പോൾ x എന്ന് പറയുന്ന ഒരു എലമെന്റ് x-ൽ x1 x2 അങ്ങനെ കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ സീക്വൻസ് xn എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ഉണ്ട്. ഇറ്റ് ഈസ് xn1 xn2 etc. xn m. ഇതാണ് അവിടുത്തെ x1 സീക്വൻസ് xn ലെ ഒരു എലമെന്റ് x1 ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ x1 of 1 etc. x1 of m അതാണ് x-ലെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. x2 ആണെങ്കിൽ x2 of 1 etc. x2 of m. Converges to x means x is equal to നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ x1 x2 etc. xm. അപ്പോൾ ഇവിടെ ഓരോ കോർഡിനേറ്റ് സ്പേസിൽ സീക്വൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ x1 എന്ന് പറയുന്ന കോർഡിനേറ്റ് സ്പേസിൽ ഉണ്ടാകുന്ന സീക്വൻസ് ആണ് സീക്വൻസ് xn1, sequence xn2 etc. Generally, sequence xnj is in xj. Then അതുമായി ബന്ധിപ്പിക്കാം. Sequence xn converges to x in x if and only if corresponding coordinate sequences xnj converges to xj. x-ലെ jth coordinate ആണ് in xj coordinate space for every j is equal to 1, 2, etc. up to m. ഇതാണ് പാർട്ട് സി. ഓക്കെ, ഇതാണ് പാർട്ട് സി. ഹിയർ പോയിന്റ് ഉണ്ട്. Let norm j be a norm on a linear space xj. J is equal to 1, 2, etc. up to m. Fix p such that 1 less than or equal to p less than or equal to infinity. ഓരോ coordinate സ്പേസിലും norm define ചെയ്തിട്ടുണ്ട്. അപ്പോൾ x1 is a normal space with the norm 1, x2 is a normal space with the norm 2, etc. xm is a normal space with the norm m. അതുപയോഗിച്ച് നമ്മൾ പ്രോഡക്റ്റ് സ്പേസിൽ norm define ചെയ്താണ് this norm p of x is equal to norm 1 of x1 raised to p plus etc. plus norm m of xm raised to p the whole raised to 1 by p for 1 less than or equal to p less than infinity. And if p is equal to infinity, it is maximum of norm 1 of x1 etc. norm m of xm. അത് norm ആണെന്ന് പ്രൂവ് ചെയ്യാണ് ആദ്യത്തെ. പിന്നെ ഈ എക്സിലെ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ സീക്വൻസ് പറഞ്ഞാൽ ആ സീക്വൻസിലെ ഓരോ ടേംസിലും എന്ത് കാണും? കോർഡിനേറ്റ്സ് കാണും. ആ സീക്വൻസിൽ എക്സിലെ സീക്വൻസിന്റെ കൺവേർജൻസ് അതിന്റെ കോർഡിനേറ്റ് സ്പേസിലെ സീക്വൻസിന്റെ കൺവേർജൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലാസ്റ്റ് റിസൾട്ട്. അതിന്റെ പ്രൂഫ് ആലോചിക്കാം. ആദ്യത്തെ ഒരു ബോറിംഗ് ആണ് കാര്യം, നോമാണെന്ന് പ്രൂവ് ചെയ്യുന്ന നോമിന്റെ അത്രയും പഴയ നമ്മൾ പറയുന്നവരുള്ള റിസൾട്ട്സ് നോക്കിക്കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രൂഫില് ഫോർ 1 less than or equal to p less than infinity രണ്ട് നോംസ് ആണല്ലോ ഡിഫൈൻ ചെയ്യാൻ. ഫസ്റ്റ് വി വാണ്ട് ടു ഷോ ദിസ് no. This is for 1 less than or equal to p less than infinity. It is this definition. It's a norm. Okay. Then ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ അനുസരിച്ച് തന്നെ അറിയാം നോം പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണോ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സിഗ്മ j is equal to 1 to m norm xj j raised to p the whole raised to 1 by p. Okay. എന്നത് എന്താണ് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? Norm 1 of x1 raised to p 1 suffix norm xm raised to p the whole raised to 1 by p. That is sigma j is equal to 1 to m norm j xj raised to p the whole raised to 1 by p. And we know that ഇത് ഓരോന്നും ഈ ടേമിലെ ഓരോ നോം ജെകളും നോംസ് ആണ് കോർഡിനേറ്റ് സ്പേസിൽ. അതുകൊണ്ട് തന്നെ ആ നോംസ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് ഓരോ ടേമുകളും നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് നോൺ നെഗറ്റീവ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ആൻഡ് രണ്ടാമത് norm p of x is equal to 0. That implies definition connect ചെയ്യുക. Sigma j is equal to 1 to m norm
j of xj raised to p the whole raised to 1 by p is equal to 0. ഇപ്പോൾ വലിയ പ്രശ്നമില്ല. സിമിലർ ടു kn നമ്മൾ sigma modulus xj raised to p the whole raised to 1 by p ചെയ്തതുപോലെയാണ്. That is equal to this is implies ആലോചിക്കുക raised to 1 by p pth പവർ എടുത്ത് മാറ്റാം. അപ്പോൾ സിഗ്മ j is equal to 1 to m norm xj raised to p is equal to 0. So raised to p that is equal to 0. Then ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതൊരു സം ആണ്. സം ഓഫ് നോൺ നെഗറ്റീവ് ടേംസ് ആണ്. നോംസ് ആണല്ലോ നോം ജെകൾ. സം ഓഫ് നോൺ നെഗറ്റീവ് ടേംസ് 0 ആയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് വന്ന് 0 ആകാനുള്ള സാഹചര്യമില്ല. നോൺ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടേംസും 0 ആയിരിക്കും. ഇറ്റ് ഈസ് ഈച്ച് norm j xj is equal to 0 for every j is equal to 1, 2, etc. up to m. That implies norm j is a norm. Norm j is a norm. Therefore, norm property and such norm value is equal to 0. Then agatha value 0 ആയിരിക്കും. Therefore, xj is equal to 0 for every j is equal to 1, 2, etc. up to m. അപ്പോൾ എല്ലാ xj's 0 ആയി എന്ന് പറഞ്ഞാൽ x എന്തായി? xന്റെ കമ്പോണൻസ് ആണ് xj's. അപ്പോൾ x എന്ന് പറയുന്നത് 0, 0, etc. മുഴുവൻ കമ്പോണൻസും 0 ആയി. മുഴുവൻ കമ്പോണൻസ് 0 ആകുന്നതാണ് കോർഡിനേറ്റ് സ്പേസിൽ പ്രോഡക്റ്റ് സ്പേസിൽ 0 എന്ന് പറയും. 0 എന്ന് പറയുന്നത് അഡിറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, തിരിച്ച് x 0 ആവാണ് എന്താ അർത്ഥം? എല്ലാ കമ്പോണൻസും 0 ആണ്. അപ്പോൾ xj's എല്ലാം 0 ആണെന്ന് അർത്ഥം. റിവേഴ്സ് ഇംപ്ലിക്കേഷൻ. xj's 0 ആവുകയാണെങ്കിൽ നോം j xj's 0 ആണ്. റിവേഴ്സ് norm j xj's 0 for every j is equal to 1, 2, etc. m ആണെങ്കിൽ total sum is 0. This sum is 0. This 0 എന്ന് പറഞ്ഞാൽ raised to 1 by p എടുത്താലും 0. And it is the definition for norm b of x for 1 less than or equal to p less than infinity. Then third property, norm p of x plus y. It is the triangle inequality given. Then third, consider x and y from the product space x. No components are here. X in a components x1, x2, etc. xm, y in a components y1, y2, etc. ym. Then what about norm p of x plus y? We know that the components of x plus y are x1 plus y1, x2 plus y2, etc. And the components are that is such. Z is z1 is z2, etc. And then it is its norm is sigma j is equal to 1 to m zj raised to p എന്ന് പറയുന്ന പോലെ x plus y യുടെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ xj plus yj ഓരോ കമ്പോണൻസ്. ഓക്കെ, j raised to p the whole raised to 1 by p. മനസ്സിലായല്ലോ? അതായത് xന്റെ കമ്പോണൻസ് x1, x2, etc. xm, y യുടെ കമ്പോണൻസ് y1, y2, etc. ym. Then for x plus y the norm അറിയണമെങ്കിൽ x plus y is some element in x, the product space, and x plus y യുടെ components നമുക്കറിയാം addition ആണ്. Then it is x1 plus y1 is the first component, x2 plus y2 is the second, and then xm plus ym. അതുകൊണ്ട് നോം ബി ഓഫ് എക്സ് പ്ലസ് വൈ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് തുടർച്ചയായിട്ട് ഇവിടെ ബാക്കി ചെയ്യാം. അപ്പോൾ this is sigma j is equal to 1 to m norm j xj plus yj raised to p the whole raised to 1 by 2. And we can use the Minkowski's inequality here. Then it is less than or equal to sigma j is equal to 1 to m norm j of xj raised to p the whole raised to 1 by p plus sigma j is equal to 1 to m norm j of yj raised to p the whole raised to 1 by p. This is by Minkowski's inequality. Minkowski's inequality ഏത് നോമിനും ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. നോം സിഗ്മ j is equal to 1 to m norm of
AJ plus BJ raised to P the whole raised to 1 by P എന്താണ്? ഇവിടെ സഫിക്സിൽ ചെയ്യുന്ന നോം തന്നെയാണ് നോം ജെ. സഫിക്സിൽ നൊട്ടേഷൻ മാത്രമാണ് നോം ജെ എന്ന് പറയുന്നത്. അപ്പോൾ നോമിന്റെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ബൈ ഇൻകോസിസ് ഇൻപാർട്ട്. ഇൻകോസിസ് ഇൻപാർട്ട് വന്നതോടുകൂടി ഒരു എളുപ്പമായിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് കിട്ടിയതാണ്. ഇത് ഡെഫിനിഷനുള്ളതാണ്. ദാറ്റ് ഈസ് നോം പി ഓഫ് എക്സ് ആൻഡ് ദ സെക്കൻഡ് വൺ നോം പി ഓഫ് വൈ. It is norm p of x plus y is less than or equal to norm p of x plus norm p of y. Therefore, the triangle inequality hence ornodonda nalathil property undu. For k belongs to k and x belongs to the product space x, what about norm p of kx? And then kx ന്റെ components അറിയണം. എങ്കിലേ നമുക്ക് അതിൽ എക്സ്പാൻഷനിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നോമിന്റെ ഡെഫിനിഷനിലേക്ക് പോകാൻ പറ്റും. കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുന്ന എല്ലാ കോർഡിനേറ്റിലും മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. KX1 എക്സെട്ര KXM. ഓക്കെ, ദെൻ കോർഡിനേറ്റ്സ് കിട്ടി. അപ്പോൾ സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to m നോം KXJ, നോം J of KXJ raised to P the whole raised to 1 by P. And norm J is a norm, therefore norm J KXJ norm ആണെങ്കിൽ norm KX is modulus K into norm X ആണ്. അപ്പോൾ modulus K into norm J of XJ എന്ന് മാറ്റാം. raised to P then raised to P ഉണ്ട്, പിന്നെ സിഗ്മയ്ക്ക് raised to 1 by P ഉണ്ട്. ഓക്കെ, then it is modulus K raised to P the whole raised to 1 by P. അപ്പോൾ modulus K അത് സിഗ്മയിലെ എല്ലാ ടേമിലും ഉണ്ട്. therefore modulus K can be taken outside. modulus K sigma J is equal to 1 to m norm J of XJ raised to P the whole raised to 1 by P. Okay, it is modulus K into what is this norm P of X. Okay, അപ്പോൾ 4 പ്രോപ്പർട്ടീസും പ്രൂവ് ചെയ്യപ്പെട്ടു. This implies norm P is a norm on X, the product space X. X1 cross X2 cross etc. cross Xm for 1 less than or equal to P less than infinity. ഇതൊരു ലെങ്തി പ്രോസസ്സാണ് ഇവിടെ ഇപ്പോൾ, കാരണം നോം ബി ഒരു ബോറിംഗ് ആണ്. നോം ബി 1 less than or equal to P less than infinity പറഞ്ഞു. അടുത്തത് പിന്നെ P is equal to infinity പറയണം, or P is equal to infinity. And what is the norm? Defined norm infinity of X is maximum of norm J of Xj. So that J is equal to 1, 2, etc. Yeah. Then അതിലും ഓരോന്നും we will show norm infinity of X is a norm on the product space X. What is norm infinity of X? That is by definition norm infinity of X എഴുതിയിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. maximum of അതിനകത്ത് അകത്ത് വന്നിരിക്കുന്ന നോമുകളാണ് നോം ജെ എക്സ് ജെ. അപ്പോൾ അവിടെ ഒരിക്കലും നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0. ആൻഡ് ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി norm infinity of X is equal to maximum of norm J of Xj is equal to 1, 2, etc. up to m. That's equal to 0. നേരത്തെ ഉപയോഗിച്ച അതേ ഐഡിയ ആണ്. ഇതിനകത്തുള്ള ഓരോന്നും മാക്സിമം എന്ന് പറഞ്ഞാൽ കെ എൽ നോം ഇൻഫിനിറ്റി കണ്ടതുപോലെയാണ്. അതിനകത്തുള്ള ഓരോന്നും എന്താണ് നോൺ നെഗറ്റീവ് ആണ്. മാക്സിമം 0 ആണ്. നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0ക്ക് താഴോട്ടില്ല. ഓക്കെ, പിന്നെ മാക്സിമം 0 ആണ്. അപ്പം 0ക്ക് മുകളിലോട്ട് എലമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സും 0 ആണ്. For each J is equal to 1, 2, etc. Implies norm J is a norm, therefore അതിനകത്തുള്ള എലമെന്റ് 0 ആണ്. Every J is equal to 1, 2, etc. ഇത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ XJ 0. X എന്ന് പറയുന്നത് എന്താ? Xന്റെ കമ്പോണൻസ് ആണ്. അപ്പം
x എന്ന് പറയുന്നത് എല്ലാ കമ്പോണൻസും 0 ആയ ഒരു എലമെന്റ് ആണ്. അതാണ് കോർഡിനേറ്റ് പ്രോഡക്റ്റ് സ്പേസിൽ 0. അപ്പോൾ നോം ഇൻഫിനിറ്റി ഓഫ് x is equal to 0 implies x is equal to 0. തിരിച്ചു പെട്ടെന്ന് പോകാം. x is equal to 0 എങ്കിൽ ഓരോ കമ്പോണൻസും 0. അപ്പോൾ അതിന്റെ നോമുകൾ 0, എല്ലാ നോമുകളും 0 ആകുമ്പോൾ this maximum is 0. Norm infinity of x is 0. In the triangle inequality, consider two elements x and y from the product space. What about norm infinity of x plus y? Then to define the norm of this, identify the components of x plus y. X plus y components x1 plus y1, x2 plus y2, etc. Therefore, it is maximum of norm j of xj plus yj. J is equal to 1, 2, etc. up to yeah. Okay. And we have this is a norm. Then we have a triangle inequality apply. Now, what we give less than or equal to maximum of norm j of xj plus norm j of yj. Then it is equal to maximum of norm j of xj plus maximum of norm j of yj, where j is equal to 1, 2, etc. Yeah. Okay. And the first term is norm infinity of x, and the second is norm infinity of y. Therefore, norm infinity of x plus y is less than or equal to norm infinity of x plus norm infinity of y, the triangle inequality. And fourth one, what about norm infinity of kx? And it is maximum of norm j of kx. And the components kx1, kx2, etc. And j is equal to 1 to etc. up to m. And that each of norm j is a norm. Therefore, norm kx is modulus k into norm x. Modulus k. Modulus k into norm j of xj. J is equal to 1 to etc. Is equal to maximum of modulus k as the maximum modulus k maximum of norm j of xj. J is equal to 1 to etc. up to m is equal to modulus k into what is maximum of norm j of xj, that is norm infinity of x. Okay. So I, that means its norm infinity is also a norm on the product space x. So here norms are define k any define norm on then the battery bar. Next we want to show that. Next we show that sequence xn converges to x in the product space x if and only if corresponding components sequence x and j converges to x in the jth component like xj in xj oru spaces. Then first assume that xn converges to x in the product space x. What is xn? It is we should elaborate here. Xn is equal to xn1, xn2, etc. xnm converges to x is x1, x2, etc. xm. Okay. Oru terms xn1 converges to x1 or xn2 converges to xnm converges to xm. Prove it. Then ഇവിടെ ആലോചിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണമുണ്ട്. അത് രണ്ട് നോംസ് ഉണ്ട്. ഏത് നോം ആയാലും സംഭവിക്കണം. xn converges to x in x.
for 1 less than or equal to p less than infinity. Okay. xn converges to x എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Distance between xn and x tends to 0 as n tends to infinity. Okay. What is norm p of xn minus x? xn minus x in the components അറിയാം. xn minus x in the components എന്താ? xn1 minus x1, xn2 minus x2, etc. Therefore, norm p of xn minus x means sigma j is equal to 1 to m norm j of xnj minus xj p j raised to p the whole raised to 1 by p tends to 0 as n tends to infinity. Simply, the norm p of xn minus x for 1 less than or equal to p less than infinity definition എഴുതിയിട്ടുള്ളൂ. ആൻഡ് ഇത് ശ്രദ്ധിച്ചാൽ ഇത് സം ചെയ്തിരിക്കുന്ന നോൺ നെഗറ്റീവ് ടേംസ് ആണ്. ദാറ്റ് ടെൻഡ്സ് ടു 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേംസ് നോൺ നെഗറ്റീവ് ആണ്. സിംപ്ലൈസ് ഇത് ഓരോ ടേംസും സീക്വൻസുകളാണ്. xn j മൈനസ് xj j റൈസ് ടു p വേണമെന്നില്ല. ടെൻഡ്സ് ടു 0 as n tends to infinity. ഒരു സ്റ്റെപ്പ് കൂടെ പറഞ്ഞു n tends to infinity ഇതേ ഉള്ളൂ. അപ്പം ദാറ്റ് ഇംപ്ലൈസ് xnj, this is a norm j. Norm j യിൽ അപ്പം xj എന്ന് പറയുന്ന tends to 0 as n tends to infinity for അല്ലെങ്കിൽ in xj. xj യിലാണ് സംഭവിക്കുന്നത്. ഓരോന്നും വരും. xj for j is equal to 1 to etc. up to എല്ലാത്തിനും വരും. ഓരോ ടേംസ് നോം xn1 minus x1 1 first norm 1 norm is to p tends to 0 norm xn2 minus x2 അപ്പോൾ എന്നാണ് സീക്വൻസ് കൊണ്ടുവരുന്നത് ഓരോ സ്പേസിൽ. ദെൻ ദിസ് ഇംപ്ലൈസ് നോം ആണല്ലോ ഇത്. നോമിൽ xnj minus xj tends to 0 മീൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഏത് ടൈം അങ്ങനെ ഏത് വന്നാലും ദാറ്റ് ഈസ് tends to 0. അതിനകത്ത് tends to 0 ആണ് as n tends to infinity in xj for j is equal to 1 to etc. up to m. That means xnj converges to xj in xj for j is equal to 1 to etc. up to m. തിരിച്ചു വീട് തന്നെ പോവാം. xnj converges to xj in xj ആകുമ്പോൾ xnj minus xj converges to 0 as n tends to infinity in xj. ഇതിങ്ങനെയാണെങ്കിൽ ആ xjയിലെ നോമില് ഡിസ്റ്റൻസ് ടെൻസ് ടു 0. ഓക്കെ. ആൻഡ് ഇത് ഓരോന്നും ടെൻസ് ടു 0 ആണെങ്കിൽ ദാറ്റ് സം ഈസ് ഓൾസോ ടെൻസ് ടു 0. ദാറ്റ് ഈസ് സിഗ്മ j is equal to 1 to m norm j of xnj minus xj raised to p the whole raised to 1 by p tends to 0. That is norm p of ബ്ലേസ് ഇവിടെ കൊടുക്കാം, തിരിച്ചിവിടെ കൊടുക്കാം. norm p of xn minus x tends to 0 as n tends to infinity. This is for 1 less than or equal to p less than infinity. And similarly, we can prove the result when p is equal to infinity. Okay. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനം. ഇതാണ് പാർട്ട് സി. ഓക്കെ.